നമസ്കാരം. കോൺഗ്രസ് ഒരു കാര്യം ആദ്യമേ മുന്നിൽ കണ്ടതായിരുന്നു. അതായത് തിരഞ്ഞെടുപ്പുമായി SP-യെക്കാളും BSP-യുമായി സഖ്യമുണ്ടാക്കി കഴിഞ്ഞാൽ മായാവതി അത് നല്ല രീതിയിൽ ആ കാര്യം ഉപകാരപ്പെടുത്തുമെന്നും അത് പിന്നീട് കോൺഗ്രസിന് ഒരു വെല്ലുവിളിയായി മാറുമെന്നുള്ളത് കോൺഗ്രസിനകത്ത് നടന്ന ഒരു വലിയ ചർച്ച തന്നെയാണ്. അതേപോലെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിൽ, അതായത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശിൽ ഏപ്രിൽ 2-ന് SC/ST വിഭാഗക്കാരുടെ, അതായത് പിന്നോക്ക വിഭാഗക്കാരുടെ ഒരു വലിയ പ്രതിഷേധം, സമരം അവിടെ നടന്നിരുന്നു. ആ സമരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. 3 സംസ്ഥാനങ്ങളിലൊക്കെയായിട്ട് ഏകദേശം 6ഓളം പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു BJP സർക്കാർ മധ്യപ്രദേശിൽ ഉണ്ടായിരുന്ന സമയത്ത്. ആ സമരത്തെ അല്ലെങ്കിൽ ആ പ്രതിഷേധത്തെ BJP സർക്കാർ അടിച്ചമർത്തുകയും പ്രതിഷേധക്കാർക്കെതിരെ വെടിയുതിർക്കുകയും ചെയ്ത ഒരു വലിയ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ മധ്യപ്രദേശിൽ 230 അംഗ മധ്യപ്രദേശ് നിയമസഭയിൽ 114 സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. SP-യുടെ 2 സീറ്റും SP-യുടെ 1 സീറ്റും BSP-യുടെ 2 സീറ്റുകളും നേടി അധികാരത്തിലേറിയ കോൺഗ്രസിന് BSP ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. അതുകൊണ്ട് BSP-യെ തള്ളിപ്പറയാൻ പറ്റില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഈ കാര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് മായാവതി ഒരു വലിയ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് ഏപ്രിൽ 2-നുണ്ടായ ആ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ കേസുകളും റദ്ദ് ചെയ്യാൻ ഇപ്പോഴത്തെ മധ്യപ്രദേശിലെ കമൽനാഥ് സർക്കാർ തയ്യാറായില്ലെങ്കിൽ BSP കോൺഗ്രസിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നുള്ള ഒരു വലിയ തുറന്ന ഒരു ആവശ്യമാണ് മായാവതി ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്രതിഷേധക്കാരുടെ കേസുകൾ പിൻവലിക്കുന്നതിന് ഒരുപാട് നിയമ തടസ്സങ്ങൾ സർക്കാരിന് മുന്നിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി മായാവതി വന്നത് ഏറെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു നിലപാടായിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ ഉപമിച്ചിട്ടുള്ളത്. എന്നാൽ 1989-ലെ SC/ST നിയമത്തിനെതിരെ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. അതായത് അതിലെ ആ വിധിയെ, നിയമത്തിനെ ഭാഗികമായി അസാധുവാക്കുന്ന ഒരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ചിട്ടാണ് ഏപ്രിൽ 2-ന് രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ SC/ST വിഭാഗക്കാർ നടത്തിയത്. എന്നാൽ ഈ പ്രതിഷേധങ്ങൾക്ക് പോലീസിന്റെ ശക്തമായിട്ടുള്ള അടിച്ചമർത്തലുകളുണ്ടായി. സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധക്കാർക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള ഒരു അടിച്ചമർത്തലുകളുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ട്. ഇവരെ പിൻവലിച്ച് ആ കേസ് റദ്ദ് ചെയ്യണമെന്നുള്ള ഇവരുടെ ആവശ്യം, മായാവതിയുടെ ആവശ്യം കോൺഗ്രസ് സർക്കാർ അല്ലെങ്കിൽ കമൽനാഥ് സർക്കാർ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തിയില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള ഒരു വലിയ കാര്യമാണ് മായാവതി ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിലെ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് മായാവതിയുടെ ഈ ആവശ്യം. ഈ ആവശ്യം നിലവിൽ നടപ്പിൽ വരുത്തിയില്ലെങ്കിൽ തന്നെ അത് ഏറ്റവും വലിയ ഒരു തിരിച്ചടി കോൺഗ്രസിന് നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് മായാവതി അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് 2 സീറ്റുകളുള്ള മായാവതി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ സർക്കാരിനോടുള്ള സഖ്യം, കോൺഗ്രസിനുള്ള സഖ്യം പിൻവലിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകൾ കൊണ്ട് തന്നെയാണ് മായാവതി പുതിയ ആവശ്യവുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.